ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ഓട്ടോറിക്ഷയാണ്, നമ്മുടെ ബജാജിൻ്റെ ഓട്ടോറിക്ഷയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. 3 വീലറാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു സാധാരണക്കാരൻ്റെ വാഹനമാണ്. അപ്പോൾ ബജാജിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഈ ഒരു 3 വീലർ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മുൻപന്തിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് നമ്മുടെ ബജാജ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാറിലോട്ടൊക്കെ വരുന്ന സമയത്ത് മാരുതിയൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു 3 വീലർ സെഗ്മെൻറ്റിൽ ബജാജ്. ഇപ്പോൾ ലോകത്തിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നമ്മുടെ ബജാജ് 3 വീലർ. അതുമാത്രമല്ല, പല പല പുതിയ പരീക്ഷണങ്ങളും എല്ലാം ആദ്യമേ കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബജാജ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വേറൊന്നുമല്ല, വേണ്ടൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ 2 വീലറിൽ ഇപ്പോൾ ആദ്യം തന്നെ CNG ബൈക്ക് അവർ ലോഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ബജാജിൻ്റെ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകളുണ്ട് നമുക്ക് ഓട്ടോറിക്ഷയിൽ, ഒരുപാട് ബ്രാൻഡുകൾ. അപ്പോൾ അതിൽ നിന്ന് ബജാജിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം സർവീസ് സെൻറ്ററുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുമാത്രമല്ല, സ്പെയർ പാർട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്, റീസെയിൽ വാല്യൂ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് എവിടെ കൊണ്ടുപോയി നമുക്ക് പണിയാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ കാറൊക്കെ പറയില്ല, മാരുതിയുടെ കാറാണ് എവിടെ കൊണ്ടുപോയി പണി ഏത് വർക്ക്ഷോപ്പിലും കയറ്റാം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഒരു 3 വീലറിൽ നമ്മുടെ ഈ ഒരു ബജാജിൻ്റെ ഓട്ടോറിക്ഷകൾ വരുന്നത്. ഏത് വർക്ക്ഷോപ്പിലും കൊണ്ട് പണിയാം, അവിടെ എല്ലാം ഇതിൻ്റെ സാധനങ്ങളും കാണും. അത് മാത്രമല്ല, ഇതൊക്കെ റിപ്പയർ ചെയ്യുന്നതിന് വലിയ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. നമ്മൾ ഏതൊരു ആട്ടോ സ്റ്റാൻഡിൽ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ കൂടെ ഒരു ബജാജിൻ്റെ ആട്ടോ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതാണ് ബജാജിൻ്റെ ഒരു ആധിപത്യം ഈ ഒരു 3 വീലർ സെഗ്മെൻറ്റിൽ. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. ബജാജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് താഴെ ഒരു മോഡൽ വരുന്നുണ്ട്, കോമ്പാക്ട് എന്ന് പറഞ്ഞൊരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് മാക്സിമം Z എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ് ഈ വരുന്നത്. അതായത് നമുക്ക് ആ ഒരു സെഗ്മെൻറ്റിൽ രണ്ടാമത്തെ മോഡലായിട്ട് പറയാം. ഇതിന് കുറച്ചൊരു വലിപ്പമൊക്കെ അവൈലബിൾ ആണ്. ഇത് കഴിഞ്ഞ് നമുക്കൊരു വേരിയൻ്റ് അവൈലബിൾ ആണ്. എക്സ്പേർട്ട് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു മോഡലുകൾ മാറുന്നതിനനുസരിച്ച് പ്രൈസിനകത്ത് നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ മോഡൽ എന്ന് ഞാൻ പറഞ്ഞു കോമ്പാക്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മൂവ്മെൻറ്റ് ഉള്ളൊരു വാഹനം. അതിൽ തന്നെ നമുക്ക് ഡീസലും വരുന്നുണ്ട്, CNG നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്കൊരു 3 ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ അകത്തെ അതിന് ഓൺ റോഡ് പ്രൈസ് വരികയുള്ള ആ ഒരു വാഹനത്തിന് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3,50,000 ആ ഒരു റേഞ്ച് എക്സ്ഷോറൂം പ്രൈസ് വരുന്ന ഒരു വാഹനമാണിത്. തൊട്ടടുത്ത വേരിയൻറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്നൊരു 15 രൂപ അത്രയൊക്കെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡീസൽ മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഇലക്ട്രിക് വാഹനവും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ ചോയ്സ് എന്താണ് എന്ന് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് വാഹനം ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മുദ്ര ലോൺ വേണമെങ്കിൽ നമുക്ക് മുദ്ര ലോണൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. മുദ്ര ലോണൊക്കെയാണ് ഒരുപാട് EMI കാര്യങ്ങളൊന്നും വരികയൊന്നുമില്ല. 10,500 റേഞ്ചിലൊക്കെ നമുക്ക് EMI ഒക്കെ വരികയുള്ളൂ. അത് സിബിലിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറ്റങ്ങളൊക്കെ വരാം. ഇതൊരു കറക്റ്റ് EMI അല്ല, ഏകദേശമാണ് ഞാൻ ഈ പറഞ്ഞ ഏകദേശ കണക്കാണ്. അപ്പോൾ നോർമലി പ്രൈവറ്റ് ഫിനാൻസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നോർമലി 50 രൂപ 55 രൂപയ്ക്ക് കൊണ്ട് നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. 5 വർഷം വരെ തിരിച്ചടവ് കാലാവധിയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെയാണ് ഫിനാൻസിൻ്റെ കാര്യങ്ങൾ. നമുക്ക് കൂടുതലായിട്ട് ഞാനത് ഡീറ്റെയിൽ പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. താഴെ നമ്പർ ഉണ്ട്, അതിനകത്ത് വിളിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഏകദേശം ഒരു 50 കിലോമീറ്ററോളം ഇതിന് മൈലേജും നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ. അപ്പോൾ CNGയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 6 കിലോ ടാങ്ക് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഓരോ പോർഷനിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് ലുക്കിലേക്ക് നോക്കാം. അപ്പോൾ CNG വാഹനം ആയതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ കളർ വരുന്നത്. ഗ്രീൻ യെല്ലോ അങ്ങനെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വാഹനം നമുക്ക് ബോഡിയൊക്കെ പണിഞ്ഞ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഹൈറ്റും കാര്യങ്ങളൊക്കെ വരും, കുറച്ചുകൂടി ഭംഗിയായിരിക്കും അത്. അപ്പോൾ ഈ കണ്ടീഷനിലായിരിക്കും നമുക്ക് കമ്പനി തരുന്നത്. അത് നിങ്ങളുടെ ചോയ്സാണ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. വലിപ്പമുള്ള ഗ്ലാസ് ഏരിയയും പിന്നെ നമ്മൾ ആ ബജാജിൻ്റെ വണ്ടി നമുക്ക് പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇതിലും നൽകിയിട്ടുള്ളത്. ആ ഒരു പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, മാക്സിമ എന്ന് പറയുന്നത്. മാക്സിമ Z എന്നാണ് ഇതിൻ്റെ ഒരു പേര് കറക്റ്റായിട്ട് വരുന്നത്. 2 എല്ലാ യൂണിറ്റൊക്കെ വരുന്നുണ്ട്. ഫുള്ളി ബ്ലാക്ക് ഫിനിഷാണ് നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ വരുന്നത്. നമ്മൾ അക്സസറീസൊക്കെ നമുക്കുണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വെച്ച് തരുന്നതായിരിക്കും. വീൽ കപ്പ്, അക്സസറി, ഗ്രില്ല് എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് അക്സസറീസ് നമുക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തരും അവർ. ഡെലിവറി സമയത്ത് പറഞ്ഞാൽ മതിയാവും. പിന്നെ ഫ്രണ്ടൊക്കെ നമുക്ക് അത്യാവശ്യം ഹൈറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ടയർ സൈസ് കുറച്ച് വലുതാണ്, അതും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം അത്യാവശ്യം ലോഡൊക്കെ കൊണ്ടുപോയാലും അടി കുറയുന്ന ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വാഹനത്തിന് വരികയില്ല. പിന്നെ ഗ്ലാസ്സൊക്കെ മിറർ നോക്കിയാലും കുറച്ച് പുറത്തേക്കാണ് തള്ളിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വിസിബിലിറ്റി നമുക്ക് റിയർ സൈഡിലേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. അത്യാവശ്യം ഞാൻ ആ പറഞ്ഞ ഒരു ടയർ സൈസിൻ്റെ ആ ഒരു വ്യത്യാസമൊക്കെ കൊണ്ട് തന്നെ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല നല്ല ലെങ്തും വാഹനത്തിന് വരുന്നുണ്ട്. ആ ലെങ്ത് വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടി വലിയ വാഹനമാണ് ഇത്. അത് തന്നെയാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. അതായത് നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് ഇവിടെ പുറകെ റിയർ സൈഡിൽ നമുക്ക് കാര്യം ചെയ്ത് സ്റ്റോറേജ് സ്പേസ് എല്ലാം കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് ഇതിൻ്റെ CNG നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ജസ്റ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഏകദേശം നമുക്ക് 6 കിലോയോളം കപ്പാസിറ്റി നമുക്ക് ടാങ്കിന് വരുന്നുണ്ട്. അത് മാത്രമല്ല പെട്രോൾ ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം 2 ലിറ്റർ 2.5 ലിറ്ററോളം നമുക്ക് പെട്രോൾ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് CNG തീർന്നാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സുഖമായിട്ട് നമുക്ക് അടുത്ത പമ്പിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അതിനാണ് പെട്രോൾ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. പെട്രോൾ അങ്ങനെ ആവശ്യം വരികയില്ല. എപ്പോഴും
റേഞ്ച് തീർന്നാൽ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. എനിക്കൊന്ന് 10-30 മൈലേജ് കിട്ടാൻ സാധ്യത 25-30 കിട്ടുമായിരിക്കും പെട്രോളിനെ, അത് കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ CNG നമുക്കൊരു 50 എന്തായാലും നമുക്ക് കൺഫേം ആയിട്ട് കിട്ടും. അത്യാവശ്യം വലിയ വാഹനവുമാണിത്. 86 രൂപ റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് CNGയുടെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു റിയർ സൈഡിലേക്ക് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്, നല്ല ക്യാരക്ടർ ലൈൻസും എല്ലാം വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീൽ കപ്പൊക്കെ ഇട്ട് ഉപയോഗിക്കാവുന്നതാണ്. ടയർ സൈസും അത്യാവശ്യം വലുത് തന്നെയാണ് വരുന്നത്. MRF ഇതാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ അകത്തേക്ക് നോക്കിയാലും ആ ഒരു സ്പേസ് കാണാനായിട്ട് പറ്റും. കാരണം നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. കാല് തട്ടുന്ന ബുദ്ധിമുട്ടൊന്നും നമ്മൾ ഇരുന്നാൽ തന്നെയും നല്ലതുപോലെ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാല് തട്ടുന്ന ബുദ്ധിമുട്ടില്ലാത്തതും അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് വെച്ചുകൊണ്ട് പോകാനായിട്ടും പറ്റും. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത്രയൊക്കെ നമുക്ക് സൈഡിൽ പറയാനായിട്ട്. ബോഡിയൊക്കെ പണിയുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ പൈപ്പൊക്കെ വളരെ രീതിയിലൊക്കെ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതൊക്കെ കസ്റ്റമർ ചോയ്സാണ്. ഇതാണ് നമ്മുടെ റിയർ സൈഡ്. അപ്പോൾ റിയർ സൈഡിൽ പ്രത്യേകം നമുക്ക് ഈ റിയർ സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ടത്. കാര്യം നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഇതെപ്പോഴും നമുക്ക് അത്യാവശ്യമാണ് ഈ റിയർ സൈഡ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് ഞാനതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു സീറ്റ് നമുക്ക് ഈ ഒരു രീതിയിൽ മടക്കി ഇടാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ കയറ്റി വെക്കാനായിട്ട് വളരെയധികം എളുപ്പമായിരിക്കും. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. എഞ്ചിനിലേക്ക് പോകുന്നൊരു പോർഷനാണത്. നമുക്ക് ഏകദേശം 236 cc എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നത്. അപ്പോൾ വേറെ മെയിൻ്റനൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇതിന് വരുന്നില്ല. അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പുറമേ നിന്ന് വേറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. ആ ടെയിൽ ലാമ്പ് യൂണിറ്റ് ഒക്കെ നൽകിയിട്ടുള്ളത് കാണാം. ഇപ്പോൾ കൂടുതലായിട്ട് എന്താണ് ബജാജ് മാക്സിമ ഇസഡ് ആ ഒരു വേരിയൻ്റെ പേര് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട് അവർ. വേറെ ഒന്നുമില്ല നമുക്ക് ഈ ഒരു പോർഷനിലൊക്കെ പറയാനായിട്ട്. ബോഡി പണിയുന്ന സമയത്ത് ബമ്പറും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കസ്റ്റമർ ചോയ്സാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ വിഷയമൊന്നുമില്ല. ഈ കണ്ടീഷനിൽ നമുക്ക് ഓടായത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അകത്തേക്കൊന്നിരിക്കാം. അകത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പോർഷനിലാണ് അവർ CNG ടാങ്ക് വെച്ചത്. അപ്പോൾ അത് ക്ലോസ് ചെയ്താണ് വെച്ചേക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ അകത്തേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെയാണ് നമ്മൾ ഡാഷ്ബോർഡ്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഡാഷ്ബോർഡിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഡാർക്ക് ഫിനിഷും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫിനിഷും ഒക്കെ തന്നെയാണ് വരുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്യൂൽ ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കണ്ട ആ ഒരു രീതിയിൽ നമുക്ക് അറിയാം. CNGയുടേതാണ് ആ കൊടുത്തേക്കുന്നത്. അത്ര 2 കട്ടയാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ട്. ന്യൂട്രൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ അറിയാം. പിന്നെ ഈ ഒരു പോർഷനിലൊക്കെ വേണം നമുക്ക് ഫോണൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റും. ഞാൻ ഒരുപാട് ആട്ടോക്കാരെ അങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ വൈപ്പറിൻ്റെ കൺട്രോളും അങ്ങനെയുള്ള കൺട്രോൾസൊക്കെയാണ് ഈ ഒരു പോർഷനായിട്ട് നൽകിയിട്ടുള്ളത്. നോർമലി വാഹനങ്ങളിൽ വരുന്നത് തന്നെയാണ്. കീയുടെ ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. കീയിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ അവർ നൽകിയിട്ടുള്ളത്. ഇവിടെ ഹസാർഡിൻ്റെതും അതുപോലെ തന്നെ നമുക്ക് CNG നിന്ന് പെട്രോളിൽ കൺവേർട്ട് ചെയ്യേണ്ട ഒരു സ്വിച്ചും ഒക്കെ നൽകി. ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ശകല സ്പേസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് പറയാം. ടോപ്പിലായിട്ട് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ബോഡി പണിയുന്ന സമയത്ത് ഇവിടെയൊക്കെ തട്ടും കാര്യങ്ങളും എല്ലാം വെച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു പോർഷനിൽ പറയാനായിട്ടുള്ളൊരു കാര്യം. നല്ല സ്പേസും ഉണ്ട്. കാല് തട്ടുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് അത്യാവശ്യം ഹൈറ്റ് വരുന്നതാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വരുന്നില്ല. ഇനി നമുക്ക് ഇവിടെ നേരെ നമുക്ക് റിയർ സൈഡിലേക്ക് കയറാം. അപ്പോൾ റിയർ സൈഡിൽ ഞാൻ ഓൾറെഡി സ്പേസ് കാണിച്ചതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി അവിടെ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് റിയർ സൈഡിലേക്ക് ഒന്ന് കയറാം. 3 പേർക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇരുന്ന് പോകാൻ. 3 വേണമെന്നുണ്ടെങ്കിൽ 4 പേർക്ക് നമുക്ക് ഇരിക്കാം. അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഇത്രത്തോളം സ്പേസ് വരുന്നുണ്ട്. കണ്ട് എൻ്റെ കാല് തട്ടുന്ന ബുദ്ധിമുട്ടില്ല. നമുക്ക് അത്യാവശ്യം ലഗേജും എല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുമല്ല അത്യാവശ്യം ഓട്ടങ്ങളൊക്കെ ഉള്ളവർ, അതായത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ഓട്ടങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്കിത് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് കൊണ്ട് നടക്കാൻ കഴിയുന്നതാണ്. 2 ഡോറ് വരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡോറ് ബോഡിയൊക്കെ പണിയുന്ന സമയത്ത് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ അത് പറയാനായിട്ട് കാര്യമില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ സ്പേസ് ആണ്. മാക്സിമം സ്പേസ് അവർ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മീനിൻ്റെ ഓട്ടം ഓടുന്നവർക്കൊക്കെ ഈ ഒരു വാഹനം വളരെ സിമ്പിളായിട്ട് കൊണ്ട് നടക്കാൻ കഴിയുന്നതാണ്. മീനിൻ്റെ ഓട്ടം മാത്രമല്ല, എന്തെങ്കിലും കടകളൊക്കെ ഉള്ളവർക്കും ഈ ഒരു വാഹനം വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം. പ്രൈസും വളരെ കുറവ് തന്നെയാണ്. മുദ്രാ ലോണും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി ആ പുറകെ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഞാൻ തുറന്ന് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ തുറന്നിട്ടിട്ടുണ്ട്. അതാണ് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്പേസ് വരുന്നത്. കണ്ടോ, നല്ല സ്പേസ് വരുന്നുണ്ട്. നമ്മളിത് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം സ്പേസ് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്താൽ ആ ഒരു എഞ്ചിൻ റൂം കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്പേസ് കൂടി ഓപ്ഷൻ കൂടി അവരവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ്. അത് നല്ലൊരു കാര്യമാണ്. അതാണ് അത്രയും സ്പേസ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് വരാം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യാനും വളരെ സിമ്പിളാണ്. കീയിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ഓപ്ഷൻ എല്ലാം നൽകിയിട്ടുള്ളത്. കീയിൽ തന്നെ ഇതിപ്പോൾ നമ്മൾ ഓണാക്കി, ഇഗ്നിഷൻ ഓണാക്കി. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് തിരിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ സ്റ്റാർട്ടിങ്. പിന്നെ കയ്യിൽ തന്നെയാണ് ഇതിൻ്റെ ഗിയർസ് എല്ലാം വരുന്നത്. 4 ഗിയറും കയ്യിൽ തന്നെയാണ്. പിന്നെ ഈ ഒരു ലിവർ ഇട്ടതിന് ശേഷം ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ഓപ്ഷൻ ഉണ്ട്. അത് ആ രീതിയിലാണ് അത് വരുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളാണ്. ഗിയർ ഇടുക, ജസ്റ്റ് ഓടിക്കുക, അത്രയേ ഉള്ളൂ. വണ്ടി നിന്ന് പോയി സെക്കൻഡിലാണ് ഇട്ടത്, അതുകൊണ്ടാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത് കാണിക്കാനായിട്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബജാജ് മാക്സിമ ഇസഡിൻ്റെ വിശേഷങ്ങൾ.
വേറെ കാര്യങ്ങൾ ഇതിനകത്ത് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ആട്ടോ എടുത്ത് ഓടാം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലും അല്ലെങ്കിൽ പഴയ ആട്ടോ മാറ്റി പുതിയതെടുക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കോൺടാക്ട് നമ്പർ നൽകിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചാലും മതിയാവും. ജസ്റ്റ് ആധാറും പ്രൂഫ് ഒന്ന് ഇട്ട് തന്നാലും മതി. നമുക്ക് സിബിൽ സ്കോറും നമ്മൾ അത്ര ഇതായിട്ട് പറയുന്നില്ല. സിബിലൊക്കെ അത്യാവശ്യം കുഴപ്പമുള്ളവരുണ്ടെങ്കിലും ധൈര്യമായിട്ട് വിളിക്കുക. നമുക്ക് ലോണും കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് വണ്ടി ഇറക്കി തരുന്നതായിരിക്കും. അപ്പോൾ വേറെ ഒന്നുമില്ല പറയാം. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ഒരു ദിവസം വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.